അപ്പോൾ നമ്മുടെ പരിപാടി ഈ പോത്തിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോണ്ട. ആഞ്ജനേയ സ്വാമി നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഫ്ലാഷ് ബാക്ക്. ഇന്നത്തെ പരിപാടി പോത്തിനകത്ത് വെജിറ്റബിൾ ഇട്ട ഒരു ഫ്രൈ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ബീഫ് അച്ചാർ. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ചേടാ ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയത്. മതില്ലേ? നമുക്ക് ഇതിന്റെ മസാല റെഡി ആക്കാം. നമുക്കിനി ഇൻഗ്രീഡിയൻസിലോട്ട് കടക്കാം. ഇനി സവാള എടുക്കണേ, പച്ചമുളക് എടുക്കണേ. പച്ചമുളക് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനമുണ്ട്, ഇത് ഞാൻ പറയില്ല, പാട്ട് പാടിത്തരാം. നമുക്ക് പോത്തിനാണ് മസാല തേച്ച് അല്ലേ? സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര സുന്ദര. തക്കുട പൊട്ടൻ അവന്റെ തൊട കണ്ടില്ലേ? അപ്പൊ ഇതിനകത്തിട്ടാണ് നമ്മള് പോത്തിന് ചൂടുന്നത്. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റട്ടാക്കോ? പള്ളി ഉള്ളി കണ്ടല്ലേ? അടികൊണ്ട് കിടക്കേണെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഒരുപാട് പെട്ടെന്ന് കത്തിച്ച് സമയം എടുക്കും. സ്റ്റീം ബാത്ത അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അപ്പൊ നമ്മള് 4-4.5 മണിക്കൂറായിട്ട് വെച്ചിട്ട് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം, എന്തായി നോക്കാം. സ്മോക്കില്ലേ? കുണ്ടികളെല്ലാം പോച്ച്. നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ്. കട്ട് ചെയ്ത് പാർസലാക്കാം അല്ലേ? രാത്രി ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് നമുക്ക് പാർസലാക്കാം അല്ലേ? അവരും കഴിക്കട്ടെ ഈ സ്മോക്കി ബീഫ്.